നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളെ. ശരി മേരി രാജേശ്വരി വാതിലിൽ മുട്ടി പോത്തല്ലിയില്ലേ, ഹേമ റിപ്പോർട്ട് വന്നപ്പോ കുടഞ്ഞില്ലേ കൊന്നില്ലേ, ശരി മേരി രാജേശ്വരി. സുഹൃത്തുക്കളെ, കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്നല്ല, അമ്മയിൽ ആറാടിയവനെ കൊല്ലത്ത് കണ്ടേക്കരുതെന്ന് പ്രഖ്യാപനം. ആ പറങ്ങാണ്ടി മോറനെ കൊല്ലത്തെങ്ങാനും കണ്ടാൽ തീർക്കും. ചൂലും ചാണകവെള്ളവുമായി കൊല്ലം MLA സ്വീകരിക്കാൻ കൊല്ലത്തെ പെണ്ണുങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. ഇതോടെ കൊല്ലം ബോർഡർ കയറൂലടാ ഞാൻ, തോമസുട്ടി ഇട്ടോടാന്ന് MLA. കൊല്ലത്ത് ഒട്ടിച്ച അണ്ണന്റെ പോസ്റ്ററുകൾ കീറിയും ചാണകവെള്ളം ഒഴിച്ചും കാവടിയെടുത്ത് നിൽക്കുകയാണ് ചേച്ചിമാർ. കയ്യിൽ കിട്ടിയാൽ അണ്ണന്റെ കാര്യത്തിൽ തീരുമാനമാകും അണ്ണ. കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വെച്ചാൽ ജയിക്കൂല എന്നറിയാവുന്നോണ്ട് മുകേഷ് എന്നെ വെറുതെ വീടാണ് ഞാൻ. സഹികെട്ട് പിണറായിയുടെ പ്രഖ്യാപനം. ഓന്റെ പാതിരാത്രിയിലെ മുട്ടല്. ചേടാ, ഈ മുട്ടി നിൽക്കുന്നവന്മാരെല്ലാം കൂടെ കൃത്യമായി AKG ഇല്ലത്ത് എങ്ങനെ എത്തുന്നോ? ഇത് ഇല്ലത്തെ പെണ്ണുങ്ങൾ സേഫ് ആണോ എന്തോ? അണ്ണൻ രാത്രി AKGയിലും പോയി മുട്ടാൻ സാധ്യതയുണ്ട്. വാതിൽ കൊണ്ട അണ്ണന് മുട്ടും. ഈ കപ്പൽ ആടി ഉലയുകയാണ് സാർ. കഥകിൽ മുട്ടികൾ എല്ലാം കൂടി വലിഞ്ഞു കയറി കപ്പലിൽ വെള്ളം കയറി സാർ. കപ്പിത്താൻ ഇട്ടിട്ട് ഓടി സാർ. ഗോവിന്ദൻ സഖാവേ, മുകേഷ് അണ്ണനെ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല എന്ന് സിനിമയിലെ പെണ്ണുങ്ങൾ തന്നെ പറയണ്. അധികം നാൾ AKG ഇല്ലത്ത് കയറ്റാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ലേൽ അണ്ണൻ അവിടെ ഫയർ ഡാൻസ് നടത്തും. സഖാത്തികളുടെ വാതിലേൽ മുട്ടാൻ ആവശ്യത്തിലധികം ആൾക്കാർ ഇല്ലത്ത് തന്നെ ഉണ്ടല്ലോ. ഇനി പുറത്തുനിന്ന് ആളെ എടുക്കണമെന്നുണ്ടോ? അണ്ണനെ കൊല്ലത്ത് കിട്ടിയാൽ പറങ്ങാണ്ടി തല്ലുന്ന പോലെ തല്ലുവെന്ന് പെണ്ണുങ്ങൾ കട്ടായം പറഞ്ഞേക്കാണ്. ഹലോ, ഒന്ന് കഥ കാറ്റും പോയി, ഹെമ്മയുടെ കാറ്റും പോയി. സഹൃദയരെ, ഒരു കഥ ചൊല്ലട്ടുമാ. സിമ്പല് നിങ്ങൾ അടിച്ചോളി. അമ്മ തറവാട്ടിലെ കാറ്റഴിച്ച WCC പെണ്ണുങ്ങൾ ആട്ടവും പാട്ടും തുടങ്ങിയിട്ടുണ്ട്. തോള് ചെരിഞ്ഞ അണ്ണനും പരിവാരങ്ങളും രാജിവെച്ചോടി. ചെന്നൈയിലിരുന്ന് അണ്ണൻ ഓൺലൈൻ മീറ്റ് നടത്തി പറഞ്ഞു, രാജിവെക്കുന്നു. ഈ നാറിയ സംഘടനയെ ചുമക്കാൻ എന്റെ തോളിന് കെൽപ്പില്ല, ഞാൻ രാജിവെക്കുന്നു. അണ്ണൻ നൈസ ഊരിയതോടെ കൂടെയുള്ള ഭാര്യവാഹികൾ എല്ലാം കൂടി കൂട്ടത്തോടെ രാജി. പിന്നെ കൂട്ടരോദനം. തളർത്താനാകില്ല ഞങ്ങളെ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ ഭാരവാഹികളുമായി തിരിച്ചു വരും. മാധ്യമങ്ങളെ, നിന്റെയൊക്കെ കളി ഈ കേരളത്തിലല്ലേ നടക്കുള്ളൂ. ധൈര്യം ഉണ്ട് അങ്ങ് ചെന്നൈയിലോട്ട് വാടാ അങ്ങോട്ട്. പോട്ടണ്ണ, കണ്ണീര് തുടച്ചിട്ട് പറ. ധീരരോദനം ഉയരുകയാണ് സുഹൃത്തുക്കളെ, രോദനം. മോളു, ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരൊറ്റ രാത്രി കൊണ്ട് അണ്ണൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വാതിലിൽ മുട്ടുന്ന കേസ് അത്ര നിസ്സാരല്ല. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ഇതുവരെ അമ്മയെന്ന് ബഹുമാനത്തോടെ വിളിച്ചിരുന്നവർ കാമാത്തിപ്പുര അടച്ചോന്നാണ് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്മേ, കേട്ടിട്ടില്ലാത്ത തരം കുൽസിതങ്ങളാണ് പടച്ചോനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുഹ്യ രോമം വേണം, നടിയെ മുന്നിലിരുത്തി സ്വയം ഭോഗം. നാണമുണ്ടോടാ അനക്കൊക്കെ, നാണമുണ്ടോ? സിദ്ദിഖ് രാജിവെച്ച് ആ വഴിക്ക് ഓടിയിട്ടുണ്ട്. വീടിന്റെ വാതിൽ പോലും തുറക്കാതെ മെഗാസ്റ്റാർ. നക്ഷത്രം ഇക്കയുടെ കണ്ണില്ല. അമ്മ അങ്ങനെ അനാഥമായെന്നാരും കരുതണ്ട. ബാബുരാജ് അണ്ണൻ മസിലൊക്കെ വീർപ്പിച്ച് വിളിച്ചോണ്ട് വന്നതാ. ദണ്ട് പിന്നാലെ പീഡന ആരോപണം. എന്നാലും ജയസൂര്യ കൃഷിക്കാര അന്യന്റെ പറമ്പിൽ കയറി വിതയ്ക്കാൻ പാടുണ്ടോ പകയാ? ഈ പെണ്ണുപിടിയന്മാർക്കെല്ലാം ഇട്ട് പൊട്ടിച്ചിട്ട് ഇരിക്കുകയാണ് കൊച്ചു കള്ളൻ അപ്പുക്കുട്ടാ. മോനെ ഇജ്ജാടാ ആൺകുട്ടി. മഹാദേവ, നീ ഉറങ്ങിയില്ല അല്ലേ? പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല. നീ ഉറങ്ങിയില്ലേ? ഞാൻ പകല് കുറേ ഉറങ്ങി. ഓഹോ. സഹൃദയരെ, അടുത്ത ബെല്ലോടുകൂടി അമ്മ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സ്റ്റേജ് ഷോ മഴവിൽ അഴകിൽ അമ്മ. അതെ, എല്ലാ കളേഴ്സും ഉണ്ട്, പൂത്ത് നിൽക്കുകയാണ്. ഇനിയുണ്ട് കുൽസിതങ്ങളുടെ ഒരു പരമ്പര തന്നെ. അപ്പൊ നമുക്ക് കാണാം.